ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണിക്ക് ഏഷ്യാടെന്ന് പറയും, എല്ലും കപ്പയെന്നും പറയും, ഏത് പേരിൽ അറിയപ്പെട്ടാലും സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാനായിട്ട് മെയിനായിട്ടും വേണ്ടത് കപ്പയും ബീഫുമാണ്. അപ്പോൾ ഞാനിവിടെ 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ വേവിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ബീഫാണ്. ബീഫ് എന്ന് പറയുമ്പോൾ അത് ബോണോടുകൂടി ബീഫ് എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ബോണോട് കൂടിയിട്ടുള്ള ബീഫ് വെച്ചിട്ടാണ് നമ്മൾ കപ്പ ബിരിയാണി കൂടുതലും തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ ബീഫുണ്ട്. അപ്പോൾ 1 കിലോ ബീഫിന് 2 കിലോ കപ്പ എന്ന കണക്കിനാണ് ഇവിടെ എടുക്കുന്നത്. ഇത് 1.5 കിലോ കപ്പയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അളവ്. ഇനി നമുക്കിത് രണ്ടും നന്നായിട്ട് വേവിച്ചെടുക്കണം. സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. കുക്കറിലോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ വേവിക്കാൻ എടുക്കുന്ന ഏതെങ്കിലും കലത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് വെള്ളം ഊറ്റി എടുക്കണം. പിന്നെ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ വേവിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് കുറച്ച് വേവ് കൂടുതലുള്ള സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ കുക്കർ വേവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടി ആദ്യം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർക്കണം. ഇഞ്ചി ഞാനിവിടെ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർക്കുക. 2-3 പച്ചമുളക് ചേർക്കുക. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചുവന്നുള്ളിയാണ്. അപ്പോൾ ചുവന്നുള്ളി ഞാനിതുപോലെ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. എന്നാലും നമുക്ക് കുറച്ചൊരു വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരെ. അപ്പോൾ വിസിലിൻ്റെ എണ്ണം നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെടും. അതുപോലെ തന്നെ നമ്മളെടുത്തിരിക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ ഇപ്പം നമ്മുടെ ബീഫും കപ്പയെല്ലാം ഇവിടെ വെന്തിരിപ്പുണ്ട്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഇത് വേണ്ടിയിട്ട് പാത്രം എടുക്കുക. അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുന്നതാണ് നല്ലത്. കാരണം അത് നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നന്നായി മൂത്ത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഒരു 2-3 മീഡിയം സൈസ് സവാള ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് കൂടെ കറിവേപ്പില ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ വറുത്ത് അരച്ച് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ വറുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് അരച്ച് എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ആദ്യം 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണം. ഇതിലേക്കൊരു 3-3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ നേരത്തെ മുളക് പൊടി ചേർത്തിരുന്നു. പിന്നെ ഇതിലേക്ക് മീറ്റ് മസാല ചേർക്കണം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വിസിലൊക്കെ പോയതിന് ശേഷം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊഴിച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ തേങ്ങ വറുത്തരച്ച് വെക്കണമെന്ന്, ആ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് കുറച്ച് സമയം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കുറച്ച് സമയം ഇളക്കി നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് മുട്ട ചേർക്കണം. അപ്പം മുട്ട 1-2 മുട്ട ഇതുപോലെ വെറുതെ കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല, ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സവോള, ചെറുതായി അരിഞ്ഞ് കുറച്ച് സവോളയും ഇതേപോലെ തന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇതും ഓപ്ഷനിലാണ്, ഇതും നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ബീഫും കപ്പയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.